നിങ്ങളെ നമുക്കറിയൂല നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിന്റെ വല്ല വിഷവിത്തുക്കളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് നമുക്കിപ്പോ അറിയൂല. നമ്മൾ അറിയുന്നതിന് മുമ്പ് അല്ലാഹു അവന്റെ നൂറാനിയത്തോണ്ട് അതിനെ കരിച്ചു തരട്ടെ. ക്യാൻസർ മാറാൻ ഏറ്റവും സഹായകമായ മാസമാണ് ശഅബാൻ. സയ്യിദ് ഹാഷിം സുദരി എന്ന ഡോക്ടർ ശഅബാൻ മാസത്തിൽ തന്നെ സമീപിക്കുന്ന ക്യാൻസർ രോഗികൾക്ക് ഫ്രീ ആയി ചികിത്സിക്കും. മൂപ്പർ പറഞ്ഞ ന്യായം ഇത് റസൂലുള്ളാഹിന്റെ മാസമാണ്, ഇത് റസൂലുള്ളാഹിന്റെ മാസമാണ്. അപ്പൊ നമ്മൾ എവിടുന്ന വിഷയം, നമ്മളെ വിഷയം എവിടെയാണ്? രോഗം അള്ളാഹുവിൽ നിന്നുള്ളത്. നമ്മുടെ ചോദ്യം എന്താണ് എൻ്റെ രോഗം ശിഫയാവാത്തത്? എൻ്റെ രോഗം എന്താണ് ശിഫയാവാത്തത്? ഇതാണ് ചോദ്യം. അതിന്റെ ഉത്തരാണ് പറഞ്ഞു വരുന്നത്. അതിനൊന്നാമത് വേണ്ടത് മനസ്സമാധാനമാണ്. ആ സമാധാനം ഖുർആനിൽ നിന്ന് കിട്ടും, അതിന്റെ വഴി സ്വീകരിച്ച. ഇപ്പൊ നമുക്ക്, ഞാൻ ഈ സദസ്സിൽ ഒരു കാര്യം പറയട്ടെ. നിങ്ങളിൽ പലർക്കും ഏറ്റവും നിസ്സാര രോഗം എന്താണ്? പനിയല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചിലരോടെല്ലാം ചോദിക്കും, കാണിക്കാൻ വന്നാൽ ചില ആളോട് ചോദിക്കും, ഇപ്പൊ മുട്ടുവേദനക്ക് കാണിക്കും. ഇപ്പൊ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് മുട്ട് തേയ്മാനം, എല്ല് തേയ്മാനത്തിനാണ് കൂടുതൽ ആളുകൾ വരിക. പിന്നെ ഹാർട്ടിന്റെ കംപ്ലൈന്റ്, ഈ രണ്ട് കാര്യത്തിനാണ് കൂടുതൽ ആളുകളും വരുന്നത്. അപ്പോ ഞാൻ ചോദിക്കും, വേറെന്തെങ്കിലും അസുഖമുണ്ടോ? കാര്യമായിട്ട് അസുഖമൊന്നുമില്ല, പിന്നെ പ്രഷർ ഉണ്ട്. മൂപ്പർക്കത് നിസാര രോഗ. ഏറ്റവും ഭീകര രോഗം കില്ലർ ഡിസീസ് എന്ന് പറഞ്ഞ കൊലയാളി രോഗം. പലരും അകാലത്തിൽ എന്ന് നമ്മൾ വിളിക്കുന്ന മരണമില്ലേ? പെട്ടെന്ന് തലകറങ്ങി വീണ് മരണമില്ലേ? കുഴഞ്ഞു വീണ് മരണമില്ലേ? ഈ അടുത്ത കാലത്ത് നമ്മുടെ യുവാക്കൾക്കിടയിൽ വ്യാപകമായി കടന്നുകൂടിയ മരണമില്ലേ? ചെറുപ്പക്കാർക്കിടയിൽ 18 വയസ്സ്. ഇന്നലിപ്പോ ജാമിയ അസ്അദിയ അറബിക് കോളേജിൽ ഷെയ്ഖുന PKP ഉസ്താദിന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മരണ വാർത്ത അറിഞ്ഞു. അള്ളാന്റെ ദീനിന്റെ വഴിയിലായി പഠിക്കുന്ന ഒരു പൊന്നുമോൻ. ആ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹുവേ. ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. ചെറുപ്പക്കാർക്കിടയിൽ, യുവാക്കൾക്കിടയിൽ 18, 19, 20 വയസ്സിലെ 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മരണം ആക്സിഡന്റ് മരണമല്ല, ബൈക്ക് ആക്സിഡന്റിലുള്ള മരണമല്ല, തലകറങ്ങി വീണിട്ടുള്ള മരണമാണ്. കാരണം രാത്രി ഉറങ്ങാൻ നേരം വളരെ വൈകിയാലും മൊബൈലിന്റെ ഉപയോഗം കുറക്കില്ല. മൊബൈൽ ഫോൺ രാത്രി ഏറെ നേരം ഉപയോഗിക്കും. എന്നിട്ട് തലയുടെ അടുത്താണ് ഇത് വെച്ച് കിടക്കുക. ഇതുണ്ടാക്കുന്ന ദുരിതത്തെക്കുറിച്ച്, ഇതുണ്ടാക്കുന്ന നഷ്ടത്തെക്കുറിച്ച്, ഇതുണ്ടാക്കുന്ന നാശത്തെക്കുറിച്ച് എൻ്റെ അനുജന്മാര്, നിങ്ങൾ ഈ സമൂഹത്തിന്റെ നട്ടെല്ലാണ്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ ഈ സമൂഹത്തിന്റെ നട്ടെല്ലാണ്. ഒരു മനുഷ്യന്റെ ശരീരം ഇങ്ങനെ നിവർന്നു നിൽക്കുന്നത് നട്ടെല്ലുള്ളോണ്ടാണ്, കാലുള്ളോണ്ടല്ല. മനസ്സിലാവുണ്ടോ? 2 കാലുള്ളോണ്ടാണോ ജലീൽ ദാരിമി ഇങ്ങനെ നിൽക്കുന്നത്? നട്ടെല്ലിന് തകരാറ് വന്നാൽ ജലീൽ ദാരിമിക്ക് ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റൂല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തോട് കൊതിയില്ലാത്ത ആരാണുള്ളത്? ജീവിതത്തോട് താല്പര്യമില്ലാത്ത ആരാണുള്ളത്? ഒരുപാട് കാലം ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാണ് ഈ സദസ്സിലുള്ളത്? ഏതു ചെറുപ്പക്കാരനാണ് വേഗം മരിച്ചുവിടന്ന് പോവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുള്ളത്? ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരുടെ ആയുസ് കവർന്നെടുക്കുന്നതിൽ പെടുന്നനെയുള്ള മരണത്തിലേക്ക് ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരെ തള്ളിവിടുന്നതിൽ മൊബൈൽ ഫോണിന്റെ പങ്ക് വിസ്മരിക്കാൻ പറ്റൂല. രാത്രി നേരം ഒരുപാട് വൈകുന്നത് വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എന്റെ ചെറുപ്പക്കാര് കുഴഞ്ഞു വീണ് മരിക്കുന്നതിനെ തൊട്ട് നിങ്ങൾ പത്രത്തിൽ വായിക്കാറില്ലേ? കുഴഞ്ഞു വീണ് മരണം. ഒരു ഭാഗത്ത് തളർന്ന് കിടപ്പിലാവുക. വയസ്സെത്രേ? 22 വയസ്സ്. ഇയാൾക്ക് എത്ര വയസ്സ്? 23 വയസ്സ്. അപ്പൊ കൊലയാളി രോഗമെന്ന്, കില്ലർ ഡിസീസ് എന്ന്, ഏറ്റവും കൂടുതൽ ആളുകൾ മരണത്തിന് പെട്ടെന്ന് വിധേയമായി പോകുന്ന രോഗം പ്രഷറിന്റെ കംപ്ലൈന്റ് ആണ്, BP-യുടെ കംപ്ലൈന്റ് ആണ്. ഇനി അത് പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ ഈ സദസ്സിൽ തന്നെ BP കൂടി ബേജാറാവണ്ട കേട്ടോ.
ശരീരത്തിലെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ, പ്രഷറിന്റെ കംപ്ലൈന്റിനെ നിയന്ത്രിക്കാൻ, ഹൃദയത്തെ സ്വസ്ഥമാക്കാൻ, നെർവസുകളുടെ പ്രവർത്തനത്തെ ക്രമപ്പെടുത്താൻ പരിശുദ്ധ ഖുർആനിൽ അതിമനോഹരമായ ഒരു ആയത്തുണ്ട്. അത് ശഅബാൻ മാസത്തിലാണ് അവതരിച്ചത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സ്വലാത്തിനു വേണ്ടി സംഘടിപ്പിച്ച സദസ്സാണ്. സ്വലാത്തിന്റെ വാർഷികമാണ്. മനഃശാന്തിക്ക് ഏറ്റവും നല്ല ഔഷധം സ്വലാത്താണ്. സ്വലാത്ത് നിർദ്ദേശിക്കപ്പെട്ട ആയത്ത് മനസ്സിന്റെ സമാധാനം ഏറ്റവും നന്നായി നിങ്ങൾക്ക് നൽകുന്ന മരുന്നാണ്. ഖുർആനിൽ ശിഫയുണ്ടെന്ന് മുഹമ്മദുർ റസൂൽ. അലൈക്കും ശിഫാഈൻ. ഒരു ഹദീസ് ശ്രദ്ധിക്കണേ നിങ്ങൾ. അലൈക്കും ശിഫാഈൻ. രോഗത്തിന്റെ പ്രയാസകരമായ അവസ്ഥയിൽ ബുദ്ധിമുട്ടിലായി കഴിയുന്ന നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. രോഗശമനത്തിന് 2 വഴി മുഹമ്മദുർ റസൂൽ. അലൈക്കും ശിഫാഈൻ. രോഗം ശിഫയാവാൻ 2 വഴികൾ. ഒന്നേതാണ് അൽ അസ്ലിൽ, തേനാണ്. വയലിന്റെ ഒക്കെ സദസ്സിൽ ഒരുപാട് തേൻ കൊണ്ടുവരണം, എന്നിട്ട് മോമിനിയങ്ങൾക്ക് കൊടുക്കണം, അവരെ അടുത്ത് പൈസ വാങ്ങണം. കാരണം തേനിന്റെ മഹത്വം പറയുന്ന സദസ്സാണ്. രോഗം ശിഫയാവാൻ സഹായിക്കുന്ന ഈ ഭൂമികയിൽ ഏറ്റവും അമൂല്യമായ ഭൗതിക വസ്തു തേനാണെന്ന് മുഹമ്മദുർ റസൂൽ. ഫീഹി ശിഫാഉൽ ലിന്നാസ്, ഫീഹി ശിഫാഉൽ ലിന്നാസ്. സൂറത്തുൻ നഹ്ൽ. തേനിൽ ജനങ്ങളുടെ രോഗത്തിന് ശിഫയുണ്ടെന്ന്. തേനിൽ ജനങ്ങളുടെ രോഗത്തിന് ശിഫയുണ്ടെന്ന് മുഹമ്മദുർ റസൂൽ. പിന്നെ പരിശുദ്ധ ഖുർആനും അത് തന്നെയാണ് പറയുന്നത്. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ രോഗം ശിഫയാവാൻ 2 വഴി പറഞ്ഞു തരാം. നമുക്ക് ലഭിക്കേണ്ട കാര്യം ഇതാണല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതാണല്ലോ. സുഖേട് മാറുമെന്ന് കരുതിയിട്ട് മംഗലാപുരത്തേക്ക് എത്ര തവണ യാത്ര ചെയ്തു? എത്ര തവണ യാത്ര ചെയ്തു മാംഗ്ലൂരേക്ക്? കോവിഡ് വന്നപ്പോൾ, അതിർത്തി അടച്ചപ്പോ, കോവിഡ് കാലത്ത് കേരളത്തിന്റെയും കർണാടകത്തിന്റെയും അതിർത്തി അടച്ചപ്പോ പത്രങ്ങളിൽ നാം ഏറ്റവും ഗൗരവത്തോടെ വായിച്ച വാർത്ത രോഗികൾ പ്രയാസപ്പെടുന്നു എന്നാണ്. നിങ്ങളിൽ പലരും തെറ്റുധരിച്ചത്, എന്റെ പ്രയോഗം ശ്രദ്ധിച്ചോളൂ, നിങ്ങളിൽ പലരും തെറ്റുധരിച്ചത് മംഗലാപുരത്ത് പോയാൽ സൂക്കേട് മാറുന്നാണ്. പോയിട്ട് എത്ര ആൾ മാറി എന്നുള്ള കണക്കെടുപ്പ് എടുത്തണം. നിങ്ങളിൽ പലരും ശരിയായി ധരിച്ചത് എന്നല്ല, നിങ്ങളിൽ പലരും തെറ്റുധരിച്ചത് മംഗലാപുരത്ത് പോയാൽ സൂക്കേട് മാറുമെന്നാണ്. എത്രയാളുടേത് മാറി? പറയും. എത്രയാളുടേത് മാറിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നാട്ടുകാർ ചോദിക്കുമ്പോൾ വലിയ ഡോക്ടറെ കാണുന്നത്, വലിയ ഹോസ്പിറ്റലിലാണ് ചികിത്സിക്കുന്നത്, പിന്നെ മരുന്ന് മുടങ്ങാണ്ട് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ ഷോപ്പുകാരുടെ കുടുംബത്തിന് റാഹത്താണ്, ഡോക്ടർക്ക് പിന്നെ കാര്യം പറയാനില്ല, ഫീസ് കൃത്യമായി കിട്ടുന്നുണ്ട്. ലാബുകാരനും അങ്ങനെ റാഹത്തായി പോകുന്നുണ്ട്. നിങ്ങളുടെ അവസ്ഥയോ ഒരു മാറ്റമില്ല, പഴയ പോലെ തന്നെ. ചില മനുഷ്യന്മാരെല്ലാം കാല് മരക്കഷ്ണം പോലെയാണ്, തൊട്ടാ മരൂല. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, കാലും കയ്യും നോക്കലാണ് എൻ്റെ ജോലി, പള്ളിയിൽ ഇമാമത്തല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആളുകളുടെ കാലും കയ്യും നോക്കലാണ് എൻ്റെ ജോലി. ചില മനുഷ്യന്മാരുടെ മുട്ടിന് താഴെ ഒരു കറുപ്പ് കളറടിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിക്കേ. കറുപ്പ് മരക്കഷ്ണം പോലെയാണ്, മരവിച്ചു. എത്ര ആളുകൾ അങ്ങനെ ഉണ്ട്. ഞാനെന്താ പറഞ്ഞ വാക്കെന്താണ്? മംഗലാപുരത്ത് പോയാ സുഖേട് മാറുന്നാണ് നിങ്ങളിൽ പലരും തെറ്റുധരിച്ചത്. അത് ശരിയായ ധാരണയല്ല. നിങ്ങളോട് ചോദിക്ക്. എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? എന്റെ ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ ചോദിച്ച ചോദ്യം എന്ത്? മരുന്ന് കുടിച്ചിട്ടും പ്രഗത്ഭനായ ഡോക്ടറെ കാണിച്ചിട്ടും വർഷങ്ങളായി മുടങ്ങാതെ ചെയ്തിട്ടും സ്കാനിങ്, എക്സ്റേ, എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടും എന്റെ ശരീരത്തിൽ പിടികൂടിയ രോഗം എന്താണ് ശിഫയാവാത്തത്?
സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് സർവ്വരോഗത്തിനും ശിഫയുണ്ട് എന്നാണ്. ഇതെത്രയോ വഅലുകളിൽ ഞാൻ കേട്ടതാണ്. ഇത് ഹദീസാണ്, സിഹാഹു സിത്തയിലുള്ളതാണ്. സിഹാഹു സിത്തയിലുള്ളതാണ്. സർവ്വരോഗത്തിനും ശിഫയുണ്ട്. പക്ഷേ രോഗത്തിന് ശിഫയുണ്ടെന്നാണ് പറഞ്ഞത്, രോഗിക്ക് ശിഫയുണ്ട് എന്നല്ല. ആ വാക്ക് വ്യത്യാസം മനസ്സിലാക്കണം. രോഗം ശിഫയാവും, രോഗിക്ക് ശിഫയാകും എന്നല്ല പറഞ്ഞത്. രോഗം ശിഫയാകും, രോഗിക്ക് ശിഫയുണ്ട് എന്നല്ല. ഇത് അപ്പൊ രോഗം എവിടെ ഉണ്ടായാലും രോഗിന്റെ തടിമേല്. അപ്പൊ രോഗിന്റെ തടിമെന്ന് രോഗം നീക്കാൻ എന്താ വഴി? അത് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. എന്റെ വിഷയം അങ്ങോട്ടാ പോണത്. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. അതിന്റെ ഒരു ഭാഗം മനസ്സിന് സമാധാനം ഉണ്ടാവണം. മനസ്സിന്റെ സമാധാനം തടയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു ഒരു ചികിത്സ പറഞ്ഞു തന്നു നിങ്ങൾക്ക്. ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ മോമിനിയങ്ങൾക്ക് ഒരു ചികിത്സ പറഞ്ഞു തന്നു. എന്താണത്? പ്രഷറിന്റെ കംപ്ലൈന്റ് ഉണ്ട്, മരുന്ന് കുടിച്ചിട്ടൊന്നും ശരിയാവുന്നില്ല. ഈ അടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടി പ്രസവിക്കാൻ അഡ്മിറ്റായി, വടകര സ്വദേശിനി. അപ്പോ പ്രഷർ ഹൈ ആണ്. അപ്പൊ കുടുംബക്കാരാകെ ബേജാറായി. ആ കൂട്ടത്തിൽ എന്തോ എന്നെ അറിയുന്ന ഒരാള് ഫോൺ വിളിച്ചു. ഞാൻ അള്ളാന്റെ കലാമിന്റെ ബർക്കത്ത് ഇവിടെ പറയാതെ പോയാ ഒരു അദബ് കേടായി പോകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ മുബാറക്കായ ശഅബാനിൽ അവതരിപ്പിച്ചു കൊടുത്ത ഒരു ആയാത്തിന്റെ ഫളില് പറയാതെ പോയാൽ, അതിന്റെ ഗുണം പറയാതെ പോയാൽ അതൊരു അദബുകേടായി പോകും. ഈ മാസത്തോട്, ഈ ആയത്തിനോട്, അള്ളാന്റെ കലാമിനോട് കാണിക്കുന്ന അദബുകേടായി പോകും. അപ്പൊ വിഷയം പറഞ്ഞു. തലേന്ന് രാത്രി അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, പ്രഷർ കൂടിയിട്ട് ഇടങ്ങാറാണ്, കാലിനൊക്കെ നീര് വന്നിട്ടുണ്ട്, ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് പറയുന്നത്, ബേജാറിലാണ്. ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഒരേ ഒരായത്ത് 41 തവണ ആ പെൺകുട്ടിയുടെ ശിരസിൽ കൈവച്ചിട്ട് പാരായണം ചെയ്യണം. ഇത് വിശ്വാസികൾക്ക് ഫലം ചെയ്യുന്ന ചികിത്സയാണ്. മനസ്സിലാക്കണം. ആ പെൺകുട്ടിയുടെ ശിരസിൽ ഈ ആയത്ത് പാരായണം ചെയ്യുന്നയാളുടെ വലത് കൈ വെക്കണം. 41 തവണ ഈ ആയത്ത് പാരായണം ചെയ്യണം. നിശ്ചയം ബിഫളില്ലാഹ് ആ കുട്ടിയുടെ പ്രഷർ നോർമലാകും. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് ഫോൺ വന്നു, പ്രഷർ നോർമലാണ്, കാര്യങ്ങൾ റാഹത്താണ്, പ്രസവം കഴിഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ കലാമിനെ കുറിച്ചാണ് ജലീൽ ദാരിമി പറയുന്നത്. അള്ളാന്റെ കലാമിനെ കുറിച്ചാണ്